Hi students, welcome to class Aura. നമ്മുടെ exercise 7.2 18th question ആണ് ചെയ്യാൻ പോകുന്നത്. 18th question. Integral e raised to tan inverse x by 1 plus s square dx. ഇവിടെ നമുക്കറിയാം ഇയുടെ പവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റിനകത്ത് ആ പവറിനായിരിക്കും എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഏതിനാ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? പവർ ആയിട്ട് വരുന്ന tan ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ഏതാ മക്കളെ? tan ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ടി ബൈ ഡി എക്സ് എഴുതാം. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി നമ്മളിവിടെ നോക്കണം ആ ഇക്വേഷൻ അവിടെ വാല്യൂ വരും അവിടെ. അപ്പോൾ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/1 + s സ്ക്വയർ വരും. ഇനി നമ്മൾ നോക്കുക, ഈ ഡി ടിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ ഡി എക്സ് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + s സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈ ഡി എക്സിനും 1 + s സ്ക്വയറിനും പകരം എന്താ നമുക്ക് കിട്ടിയേ? ഡി ടി അല്ലേ? അപ്പോൾ നമ്മൾ അതിന് ഡി ടി എന്ന് കൊടുത്തു. ഇനി ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഈ ടാൻ ഇൻവേഴ്സ് എക്സിനാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി നോക്കിയാൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി ആയി. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ടി തന്നെയാണ്, പ്ലസ് ഇ വരും. ഇനി ടിക്ക് പകരം ഏത് കൊടുക്കണം? എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പം ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയി നമ്മുടെ ആൻസറായി. ഇതിൻ്റെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പഠിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 - s സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഇയുടെ പവർ ആയിട്ട് വരുന്ന സൈൻ ഇൻവേഴ്സ് എക്സിനായിരിക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ഏതിന് കൊടുക്കണം? സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡി ടി എന്ന് എഴുതിയാലും മതി. നമ്മളിവിടെ 1 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - s സ്ക്വയർ ഇൻറ്റു ഡി എക്സ് നേരെ ഇവിടെയും കൊടുത്തോളൂ. എഴുതുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പോടെ ആവശ്യമില്ല, നേരെ ഡി എക്സ് ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ഡി എക്സിനും √1 - s സ്ക്വയറിനും പകരം എന്ത് കൊടുത്തു? ഡി ടി ഇൻ്റഗ്രൽ ഇ റേസ് ടു. ഈ ഏതിനാണ് നമ്മൾ ടി കൊടുത്തത്? സൈൻ ഇൻവേഴ്സ് എക്സിനാണ്, അവിടെ ടി കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ? ഇ റേസ് ടു ടി പ്ലസ് ഇ ആയി. ഇനി ഇ റേസ് ടു ഈ ടിക്ക് വരെ ഏത് കൊടുക്കാം? ഈ സൈൻ ഇൻവേഴ്സ് എക്സ് തിരിച്ച് നമ്മളിവിടെ കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയി. അപ്പോൾ നമ്മുടെ ആൻസറായി. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. അനദർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 1/x ഡി എക്സ്. ഇവിടെയും ഏതായിരിക്കും? ഇയുടെ പവർ ആയിട്ട് വരുന്ന അവിടെ ലോഗ് എക്സ് ആണ്. അപ്പോൾ അവിടെ ഏതിന് കൊടുക്കണം? ലോഗ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ലോഗ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/x ഡി എക്സ് ആയി. ദെൻ ഏതിനാണെന്ന് നോക്കുക. ഈ ഡി എക്സിനും ബൈ എക്സിനും പകരം നമ്മൾ ഏത് കൊടുത്തു? ഡി ടി കൊടുത്തു. ദെൻ ഇൻ്റഗ്രൽ ഏതിനാണ് കൊടുത്ത്? ലോഗ് എക്സിനാ അല്ലേ? അപ്പം ഇ റേസ് ടു ടി ഡി ടി എന്നായി. ഇനി ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ എന്നാ? ഇ റേസ് ടു ടി വരും. ഇ റേസ് ടു ടി പ്ലസ് ഇ ആണ്. അപ്പം ഇ റേസ് ടു ലോഗ് എക്സ് പ്ലസ് ഇ. കാരണം ടിക്ക് പകരം നമ്മൾ ഏത് അവിടെ തിരിച്ചു കൊടുത്തു? ലോഗ് എക്സ് തിരിച്ചു കൊടുത്തു.